ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എല്ലാവർക്കും ഹബീസ് സ്റ്റിച്ചിങ് വേൾഡിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ വരുന്നല്ല ഒരു ചെറിയ വെഡ്ഡിങ് വ്ളോഗാണ്. സോ നമ്മൾ ഇന്നൊരു വെഡ്ഡിങ്ങിന് പോവുകയാണ് കേട്ടോ. ആറ്റിങ്ങൽ തിരുവനന്തപുരത്ത് ഒരു വെഡ്ഡിങ്ങിന് പോവുകയാണ്. സോ അത്യാവശ്യം ദൂരം ഉള്ളതുകൊണ്ട് തന്നെ ഞാൻ ഛർദ്ദിക്കുമെന്ന് എനിക്കറിയില്ല കേട്ടോ. പിന്നെ ഞാൻ ഇട്ട ഒരു ഔട്ട്ഫിറ്റ് കാണിച്ചു തരാം. ഇതായിരുന്നു ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്ന ഔട്ട്ഫിറ്റ്. അത്യാവശ്യം നല്ല ഭംഗിയുള്ളൊരു ഡ്രസ്സായിരുന്നു. അത്യാവശ്യമല്ല, നല്ല ഭംഗിയുള്ള ഡ്രസ്സ് തന്നെയായിരുന്നു കേട്ടോ. കാരണം എൻ്റെ മൂത്തുമ്മ എടുത്ത് തന്ന ഒരു ഡ്രസ്സാണ്. പിന്നെ അതിൻ്റെ കൂടെ ആ ഷോളിൻ്റെ സെയിം കളർ ബാഗ് എനിക്ക് കിട്ടി. പക്ഷേ ആ ബാഗ് അല്ലായിരുന്നു ഞാൻ ഇട്ടത് വേറൊരു ബാഗാണ്. കാരണം ഇപ്പോൾ ഞാൻ ഇട്ടുകൊണ്ടിരിക്കുന്ന ബാഗിന് കുറച്ചധികം വെയിറ്റ് ഉണ്ട്, അതുകൊണ്ട്. പിന്നെ ഞാൻ കുറച്ച് മിറർ സെൽഫിയൊക്കെ എടുത്ത് കഴിഞ്ഞ് അങ്ങനെ പിന്നെ ഞാൻ നേരെ പോയി. പിന്നെ നമ്മൾ ഇറങ്ങാൻ നിൽക്കുമായിരുന്നു ഗായ്സ്. പിന്നെ ഇടയ്ക്കിടയ്ക്ക് എനിക്കിങ്ങനെ ഒരു തുരയുണ്ട്, ഇങ്ങനെ ഡൺ വെച്ചിരിക്കുന്ന ഒരു തുര. ഇന്നലെ തൊട്ട് തുടങ്ങിയ തുരയാണത്. സോ അങ്ങനെ നമ്മൾ പോയി. ഞാൻ എന്ത് പറയാനാണ്, എനിക്കൊന്നും പറയാനൊന്നുമില്ല. ഞാൻ റൂമിൽ പോയി. ആ കഴിഞ്ഞ് പിന്നെ ഞാൻ ഇറങ്ങി ഗായ്സ്. നമ്മൾ മുകളിൽ ഓട്ടോ വരും. ആ ഓട്ടോ വന്നിട്ട് വേണം നമുക്ക് പോവാൻ. അപ്പോൾ അങ്ങനെ ആ ഒരു ഓട്ടോയൊക്കെ വന്ന് അപ്പോൾ ഞാൻ കയറുകയാണ് കേട്ടോ, മുകളിലോട്ട് കയറുകയാണ്. സോ ഓട്ടോ വന്ന് മുകളിൽ കിടക്കുകയാണ്. ഞാനിങ്ങനെ കുടുങ്ങി പോവുകയാണ്. ഞാനായിരുന്നു ഓട്ടോയിൽ ആദ്യം കയറിയത്. പിന്നെ കുറേ ദൂരം ഉള്ളതുകൊണ്ട് ഇപ്പം ഞാൻ കാണിച്ച ബാഗായിരുന്നു ഞാൻ പിന്നെ ഇട്ടിട്ടുണ്ടായിരുന്നത്. പിന്നെ കുറേ ദൂരം ഉള്ളതുകൊണ്ട് തന്നെ എന്ത് ചെയ്തു, ഞാൻ ഛർദ്ദിക്കുമോ എന്നൊന്നും എനിക്കറിയില്ലായിരുന്നു. പിന്നെ വണ്ടിയിൽ കയറിയിട്ട് ബസ്സിൽ കയറി പകുതി എത്തിയപ്പോഴത്തേക്കിനും എനിക്ക് എൻ്റെ ഒരു ഫ്രണ്ടിനെ കിട്ടി ഗായ്സ്. പകുതി എത്തിയപ്പോഴല്ല, കല്യാണ വീട്ടിൽ വെച്ച് എനിക്ക് എൻ്റെ ആ ഒരു കൂട്ടുകാരിനെ കിട്ടിയായിരുന്നു. ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല അവൾ വരുമെന്നുള്ളത്. പിന്നെ നമ്മളായി ചർച്ചകളായി. അവൾ ഇറങ്ങാറായപ്പോൾ ഒമിറ്റ് ചെയ്ത്. ഞാൻ കഴിച്ചൊക്കെ തീർന്നപ്പോൾ അത് തന്നെ ഒമിറ്റ് ചെയ്ത്. പിന്നെ ഞാൻ ഓട്ടോയിൽ കയറി ഓഡിറ്റോറിയത്തിൽ പോയി. ഓഡിറ്റോറിയത്തിലെല്ലാം ഒരു കടയിൽ കയറി കേട്ടോ, എനിക്ക് എന്തെങ്കിലും സ്നാക്സ് പോലെ തിന്നാനായിട്ട്. സോ ഞാൻ ഒരു ടിക് ടാക്ക് എടുത്തിട്ടുണ്ടായിരുന്നു. പക്ഷേ ആ ടിക് ടാക്ക് ഞാൻ അതേപോലെ തിരിച്ചു വെച്ചു. കാരണം 10 രൂപയല്ലേ ഉണ്ടായിരുന്നുള്ളൂ എന്ന് വെച്ചിട്ടായിരുന്നു എടുത്തത്. പക്ഷേ 10 ഗായ്സ്, ഭയങ്കര വില. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു, അത് മാറ്റിയിട്ട് ഒരു മിൽക്കി ബാർ എടുത്തു. മിൽക്കി ബാർ എടുത്തപ്പോൾ അതിന് 20-ൻ്റെ ഒരു മിൽക്കി ബാർ എടുത്തായിരുന്നു ഗൈസ്. അങ്ങനെ ആ ഒരു മിൽക്കി ബാറും പിന്നെ എന്തായിരുന്നു എടുത്തത്, പിന്നെ ഒരു കിറ്റ്കാറ്റും ഒരു ചോക്കോപ്പയ്യല്ല വേറെന്തോ ഒരു സാധനം. അതാണ്ട് ഇവളാണ് എൻ്റെ ആ ഒരു കൂട്ടുകാരി ഗൈസ്. അങ്ങനെ അവളുമായിട്ട് കുറേ നേരം കോപ്രായങ്ങളൊക്കെ കാണിച്ചുകൊണ്ടിരുന്നു കേട്ടോ. അത് നോക്കിക്കൊണ്ടിരുന്നതാ. പിന്നെ ഞാൻ അവിടെ എത്തിയപ്പോൾ ഒരു മീൻ അക്വേറിയം കണ്ടു. അതായത് അപ്പുറത്തും ഇപ്പുറത്തും ട്രാൻസ്പാരൻ്റ് ആയിട്ടുള്ള ഒരു അക്വേറിയം. അതിൻ്റെ നടുക്ക് ഇങ്ങനെ കുറേ മീനുകളെ ഇട്ടിരിക്കും മീനുകളൊക്കെ കണ്ടു. പിന്നെ ഇപ്പം ഇങ്ങനെ താഴെ കൂടെ ഒരു നല്ല ചെതമ്പലൊക്കെ ആയിട്ട് ഇങ്ങനെ എന്താ പറയാം, ഗിളുകിളുത്ത് പോണ ഒരു മീനെ കണ്ടോ, ഗിളുകിളുത്ത് പോണ എന്തിയാ ഒരു മീൻ നോക്കട്ടെ. ഇപ്പം ഇങ്ങോട്ട് പോയ മീൻ, ആ ഒരു മീൻ ശരിക്കും പറഞ്ഞാൽ ഗർഭിണി. അത് നല്ലൊരു മീനാണ് ഗൈസ്. ഇപ്പതാ ഈ ഒരു മീനിനെയാണ് ഞാൻ പറഞ്ഞത്. ആ ഒരു മീൻ ഭയങ്കര ഗർഭിണിയാണ്. അത് ഞാൻ പോവാറായപ്പോഴാണ് കേട്ടോ ഞാൻ അറിഞ്ഞത് ശരിക്കും. സോ ഗൈസ്, അങ്ങനെ ഞാനിപ്പോൾ വീട്ടിൽ വന്ന് കയറിയതല്ല, വീട്ടിൽ വന്നിട്ട് കുറച്ച് നേരമായി. ഇത് ഞാൻ ഛർദ്ദിച്ചതിന് ശേഷമുള്ള ക്ലിപ്പാണ്. ഞാൻ ഒട്ടും കഴിച്ചില്ല കേട്ടോ. 2 വാ കഴിച്ചതേ ഉള്ളൂ. അപ്പോഴേക്കും ഞാൻ ഒമിറ്റ് ചെയ്ത് പുറത്തോട്ട് പോയി ഒമിറ്റ് ചെയ്ത് ഗൈസ്. പിന്നെ ഒമിറ്റൊക്കെ ചെയ്തൊരു ഗ്രീൻ ടീ ഒക്കെ കുടിച്ചിട്ട് നിൽക്കുന്ന നിൽപ്പാണ്. അത് കഴിഞ്ഞിട്ട് ഞാൻ പോയി ഉമ്മച്ചി എനിക്ക് കുറച്ച് റോസാപ്പൂക്കൾ കൊണ്ടുത്തന്നു. പിന്നെ അതൊക്കെ ഇട്ട് കുറച്ച് ഷോയൊക്കെ കാണിച്ച് അത്യാവശ്യം കുഴപ്പമില്ലായിരുന്നു എന്നൊക്കെ നമുക്ക് പറയാം. അങ്ങനെ
ആ റോസാപ്പൂവൊക്കെ വെച്ച് കുറച്ച് നേരം ഷോയൊക്കെ കാണിച്ചു ഗൈസ്. പിന്നെ ഇതിൻ്റെ ഷോർട്സ് ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു. ആ ഷോർട്സ് കാണാത്തവരെന്തായിരുന്നാലും പോയി കാണാം. പിന്നെ ഞാൻ പോകാൻ വേണ്ടിയിട്ട് ബസ്സിൽ കയറി ഗൈസ്. ചൂടെടുത്ത് അവിഞ്ഞ് പുഴുവി ഉരുകിയിരിക്കുകയായിരുന്നു ഞാൻ. അങ്ങനെ ഞാൻ ബസ്സിൽ കയറി വീട്ടിലെത്തി. അപ്പോൾ വീട്ടിലെത്തി. അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ ഇത്രയേ ഉള്ളൂ. എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നു വിചാരിക്കുന്നു. ഇഷ്ടമാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ബൈ.